ഹായ് ഓൾ, എല്ലാവർക്കും PSC മെന്ററിന്റെ പഠനപത്രിക സീരീസിലേക്ക് സ്വാഗതം. ഞാൻ നയന. ഇന്ന് നമ്മൾ പഠനപത്രിക സീരീസിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിലെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന ഒരു പോർഷനാണ്. അപ്പോൾ പഠനപത്രിക സീരീസ് ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ LDC പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഹോട്ട് ടോപ്പിക്സ് അഥവാ റിപ്പീറ്റഡ് ടോപ്പിക്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ സീരീസ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 60 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാനിങ് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അതനുസരിച്ച് ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഒരു സെഷനാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ? നോർമലി ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എന്നാൽ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണ്. അതായത് നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ നമ്മൾ പറഞ്ഞ കാര്യം അഥവാ ചോദിച്ച കാര്യത്തിന് ഒരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുന്നതിനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ്സ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ എക്സാമ്പിൾസ് ഞാൻ പറയാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ക്വസ്റ്റ്യൻ ടാഗ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇവിടെ നോക്കുക. ഷീ ഈസ് എ ഗുഡ് ഗേൾ. ഈസ് ഇൻ ഷീ അല്ലേ? അതായത് അവളൊരു നല്ല കുട്ടിയാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിനെ ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് ഈസ് ഇൻ ഷീ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ അവിടെ ചേർക്കുകയാണ് ചെയ്യുന്നത്. ഒന്നുകിൽ നമ്മൾ പറഞ്ഞൊരു കാര്യത്തിന് കൺഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഡൗട്ട്സിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടോ നോർമൽ സെൻറ്റൻസുകളിൽ ലാസ്റ്റ് ചേർക്കുന്ന ഈ ഒരു പോർഷനിൽ കുഞ്ഞ് ആ ഡൗട്ട് ക്വസ്റ്റ്യനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞിട്ട് വിശേഷിപ്പിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഈ ഷീ ഈസ് എ ഗുഡ് ഗേൾ, ഈസ് ഇൻ ഷീ എന്ന് പറയുന്നതാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്? ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ക്വസ്റ്റ്യൻ ടാഗിന് ഒരു ബേസിക് റൂൾ ഉണ്ട്. ആ ഒരു ബേസിക് റൂൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ടാഗ്സ് സോൾവ് ചെയ്യാനായിട്ട് കഴിയും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ്സിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ക്വസ്റ്റ്യൻ ടാഗിന് തന്നെ കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് അനുസരിച്ചായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റൂൾസ് ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യനിൽ കാണാൻ കഴിയും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന റൂൾസും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും ആണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. ഉറപ്പായിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിന്റെ ബേസിക് റൂൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു സെന്റൻസ് നിങ്ങൾക്ക് തന്നേക്കും. ഒരു മിക്കപ്പോഴും ചോദിക്കുന്ന ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസ് തന്നേക്കും, അവസാനം ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് കാണാം, പിന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാണാം. നിങ്ങൾ അതിനകത്തൊരു ക്വസ്റ്റ്യൻ ടാഗ് ഫില്ല് ചെയ്യുക എന്നുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു സെന്റൻസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് തന്നിട്ടുള്ള സെന്റൻസിലെ ഓക്സിലറി വെർബ് കണ്ടെത്തുക. വൺസ് ഓക്സിലറി വെർബ് കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഓക്സിലറി വെർബ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മളെ ക്വസ്റ്റ്യൻ ടാഗിനെ നെഗറ്റീവ് ആക്കുക. നെഗറ്റീവ് ആണ് ഓക്സിലറി വെർബ് എങ്കിൽ അതിനെ പോസിറ്റീവ് ആക്കുക. ഇതൊരു ബേസിക് റൂളാണ്. പോകെ പോകെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് കോൺസെപ്റ്റ് കുറച്ചുകൂടെ വൃത്തിക്ക് മനസ്സിലാവും. നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്തറിയണം? ഓക്സിലറി വെർബ് എന്താണെന്ന് അറിയണം. ഓക്സിലറി വെർബ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ക്വസ്റ്റ്യൻ ടാഗ് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റൂ. നോക്കാം നമുക്ക് എന്താണ് ഓക്സിലറി വെർബ്. ഓക്സിലറി എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് തന്നെ സപ്ലിമെന്ററി എന്നാണ്. ഓക്കെ, അപ്പോൾ ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വേർബിനെ അല്ലെങ്കിൽ ഒരു സെന്റൻസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു വേർബിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ടിങ് വേർബാണ് എന്തെന്ന് പറയുന്നത്? ഓക്സിലറി വേർബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ മെയിൻ ആയിട്ട് 24 ഓക്സിലറി വേർബാണ് നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമറിൽ വരുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഈസ്, ആം, ആർ, വാസ്, വെയർ, ഡു, ഡസ്, ഡിഡ്, ഹാവ്, ഹാസ്, ഹാഡ്, must, can, could, shall, should, will, would, may, might, dare, need, ought, used. ഇത്രയുമാണ് ബേസിക് ആയിട്ട് വരുന്ന ഓക്സിലറി വെർബ്. ഇത് പാട്ട് പോലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കാം കേട്ടോ. ഈസ്, ആം, ആർ, വാസ്, വെയർ, ഡു, ഡസ്, ഡിഡ്, ഹാവ്, ഹാസ്, ഹാഡ്, മസ്റ്റ്, ക്യാൻ, കുഡ്, ഷോൾ, ഷുഡ്, അങ്ങനെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാനും എളുപ്പമാണ്. ഇത്രയും ഓക്സിലറി വേർബ്സ് ആണ് നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമറിൽ വരുന്നത്. ഓക്കെ, ഇനി ഈ ഓക്സിലറി വേർബ്സിന്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫോംസ് ആണ് ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളത്. ഇത് കൂടെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ ടാഗിന്റെ ക്വസ്റ്റ്യൻ കിട്ടിയാലും ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ഇനി ഈസിന്റെ നെഗറ്റീവ് ഫോം ഏതാണ്? ഈസിറ്റ് അല്ലെങ്കിൽ ഈസ് നോട്ട്. ഈസിൻ്റെത് ഈസിറ്റ്. ആമിൻ്റെത് ആം. ആമിന് നമ്മൾ എപ്പോഴും ആം ആണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റിലെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ എപ്പോഴും ആറിൻ്റെ യൂസ് ചെയ്യണം. ഇത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ആം വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗിൽ ആറിൻ്റെ ആയിരിക്കും എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് പോകെ പോകെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. എന്നാൽ ആമിൻ്റ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ സെന്റൻസിൽ നമ്മൾ ആമിൻ്റ് ആണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആം ആയിരിക്കും. ഓക്കെ, ആമിൻ്റ് ആണ് വരുവാണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് ആം ആയിരിക്കും. ആം വന്നു കഴിഞ്ഞാൽ ആറിൻ്റെ ആണ്, ആമിൻ്റ് വന്നു കഴിഞ്ഞാൽ ആം ആണ്. നമുക്ക് പോകെ പോകെ മനസ്സിലാവുമേ. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അപ്പോൾ പറയാം.
നെക്സ്റ്റ് വൺ, ആർ വന്നു കഴിഞ്ഞാൽ ആറിൻ്റെ ആണ്. ദെൻ വാസിൻ്റെ. ഇത് നിങ്ങൾ ജസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ചേക്കാം, ജസ്റ്റ് ഒന്ന് വായിച്ചേക്കാം ഇതിങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഡയറക്റ്റ് പോകാം. ഇനി ഒന്നുകൂടെ നോക്കിക്കേ, ക്വസ്റ്റ്യൻ ടാഗിന്റെ ബേസിക് റൂൾ ഒന്നുകൂടെ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഐഡന്റിഫൈ ദ ഓക്സിലറി വെർബ്. പിന്നെ ഓക്സിലറി വെർബ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് കൊടുക്കുക, ഓക്സിലറി വെർബ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഹി ഈസ് എ ഗുഡ് ബോയ്. ഇത് നമുക്ക് ഇവിടെ എന്ത് ഫില്ല് ചെയ്യണം? ക്വസ്റ്റ്യൻ ടാഗ് ഫില്ല് ചെയ്യണം. അപ്പോൾ നമ്മൾ റൂൾ അനുസരിച്ച് ആദ്യം എന്താ വേണ്ടത്? ആദ്യം ഓക്സിലറി വേർബ് ഐഡന്റിഫൈ ചെയ്യണം അല്ലേ? ഇവിടെ ഹി ഈസ് എ ഗുഡ് ബോയ്, ഇതിനെ എന്താ ഈസ് എ ഗുഡ് ബോയ് എന്നതിനെ ഷോർട്ട് ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഓക്സിലറി വേർബ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, ഈസ് ആണ് ഓക്സിലറി വേർബ്. അടുത്ത് നമുക്ക് എന്താ വേണ്ടത്? ഏതാണോ ഓക്സിലറി വേർബ് അത് പോസിറ്റീവ് ആണെങ്കിൽ എന്താക്കണം? നെഗറ്റീവ് ആക്കണം. അപ്പൊ ഈസിന്റെ നെഗറ്റീവ് ഫോം എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ഈസിന്റെ ആണെന്ന് പറഞ്ഞു. ഈസിന്റെ കൂടെ അടുത്ത് നമ്മൾ എഴുതാൻ പോകുന്നത് ഈ പ്രോനൗൺ ആണ്. ഏത്? ഇവിടെ പേഴ്സണൽ പ്രോനൗൺ ഹി ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എന്ത് എഴുതും? ഈസ് ഇറ്റ് ഹി. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ട് വരുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. ആദ്യം ഓക്സിലറി വേർബ് ഐഡന്റിഫൈ ചെയ്യുക, പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആക്കുക, കൂടെ ആ പ്രോനൗൺ കൂടെ എഴുതുക. നെക്സ്റ്റ്, അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? ഈസ് ഇൻ ഹി എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഓക്കെ, നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആണ്, ഇതിൽ ഓരോന്നിലും ഓരോ റൂൾസ് കവർ ചെയ്തിട്ട് ആ പോകുന്ന രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐ ആം ഹാപ്പി. ഐ ആം ഹാപ്പി. ഞാൻ നേരത്തെ പറഞ്ഞു ആമും ആറിൻ്റെയും ഒരു കണക്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, നോക്കാം നമുക്ക്. ഐ ആം ഹാപ്പി, ഇവിടെ ഏതാണ് ഓക്സിലറി വെർബ്? നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് അനുസരിച്ച് ആദ്യം ഓക്സിലറി വെർബ് ഐഡന്റിഫൈ ചെയ്യണം. ആം വന്നു കഴിഞ്ഞാൽ ഓക്സിലറി വെർബ് ഏതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ആം വന്നു കഴിഞ്ഞാൽ ആറിൻ്റെ ആയിരിക്കും. ആം വന്നാൽ ആറിൻ്റെ. അപ്പോൾ ഇവിടെ എന്ത് വരും? ഏത് ഓപ്ഷൻ വരും? ആറിൻ്റെ ഐ ഉണ്ട് ഇവിടെ. ആറിൻ്റെ ഐ. ആം വന്നാൽ എന്ത് വരും? ആറിൻ്റെ വരും. ഇനി ഇവിടെ നോക്കിയേ, ആം നോട്ട് ഐ ആം ഇൻ ഹാപ്പി. ആം നോട്ട് അഥവാ ആം ഇൻറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് വരും? കൺഫ്യൂഷൻ ആവരുത്. ആം ഇൻറ്റ് വന്നു കഴിഞ്ഞാൽ ആം വരും. ആം ഐ. ക്ലിയർ അല്ലേ? ആമും ആമിൻ്റും കൺഫ്യൂസ്ഡ് ആവരുത്. ആം വന്നു കഴിഞ്ഞാൽ ആറിൻ്റെ വരും, ആമിൻ്റെ വന്നു കഴിഞ്ഞാൽ ആം വരും. നിങ്ങൾ ഈ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ടാഗ് എന്ന പോർഷനുള്ള എക്സസൈസസ് ചെയ്യുക. എക്സസൈസസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് വരും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് റൂൾ ഓഫ് ആം വരുമ്പോഴുള്ള വരുന്നത്. നെക്സ്റ്റ് വൺ, രണ്ട് പേര് വരുന്നു, അതായത് രണ്ട് പ്രൊനൗൺസ് വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ രണ്ട് പേരുണ്ട്. ആരൊക്കെ ഉണ്ട്? റാമും ഉണ്ട്, രാഹുലും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാണ് ഓക്സിലറി വേർബ്? ഏതാണ്? നമ്മൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു ഹാവ് എന്ന് പറയുന്നൊരു ഓക്സിലറി വേർബ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓക്സിലറി വേർബ് കണ്ടുപിടിച്ചു. പോസിറ്റീവ് എന്നല്ലേ ഓക്സിലറി വേർബ്? ഹാവ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിൽ എന്ത് വരും? ഹാവിൻ്റെ വരും. അത്രയും അറിയാം. ഇനി നെക്സ്റ്റ് നമ്മൾ കൂടെ എന്ത് ചേർക്കണം? രണ്ട് പേരാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചേർക്കും? ദേ. ഹാവിറ്റ് ദേ. ഓക്കെ, രണ്ടുപേരല്ല, രണ്ടോ അതിലധികമോ ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിന്റെ കൂടെ ദേ ചേർക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായിരിക്കും ആൻസർ? ഹാവിൻ ദേ എന്ന് പറയുന്നതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു കോമൺ നൗൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ നോക്കാം. ഇവിടെ നമ്മൾ ഇപ്പോഴും ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഓക്സിലറി വെർബ് ഐഡന്റിഫൈ ചെയ്തു, ഈസ് ആണ്. അപ്പോൾ പ്രോബബിളി ക്വസ്റ്റ്യൻ ടാഗിൽ എന്ത് വരും? ഈസ് നോട്ട് അഥവാ ഈസിൻ്റെ വരും. പിന്നെ ഇവിടെ കോമൺ നൗൺ ആണ്, ചെയർ എന്ന് പറയുന്നൊരു കോമൺ നൗൺ ആണ്. ചെയർ ആയിക്കോട്ടെ, ബാഗ് ആയിക്കോട്ടെ, അങ്ങനെ എന്ത് കോമൺ നെയിം വന്നാലും നമ്മൾ എന്ത് ചെയ്തും? ഇറ്റ് എഴുതും. അപ്പോൾ ഇവിടെ ആൻസർ ചെയ്താ ഓപ്ഷൻ എ ആണ്. ഈസ് ഇറ്റ് എന്ന് പറയുന്നതാണ് ഇവിടെ ആൻസർ. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ആം വന്നു കഴിഞ്ഞാൽ ആറിൻ്റെ വരും എന്ന് പഠിച്ചു, ആമിൻ്റെ വന്നു കഴിഞ്ഞാൽ ആം വരും ക്വസ്റ്റ്യൻ ടാഗിൽ എന്ന് പഠിച്ചു. പിന്നെ ഒന്നിൽ കൂടുതൽ ആൾക്കാരാണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിന് കൂടെ ദേ എന്ന് പറയുന്നത് വരും എന്ന് പറഞ്ഞു. ദെൻ കോമൺ നൗൺ ആണെങ്കിൽ ഇറ്റ് എന്ന് പറയുന്നത് കൂടെ ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ ചേർക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതുവരെ പഠിച്ചത്. അടുത്ത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് സബ്ജക്റ്റ് ദെയർ എന്ന് പറയുന്നതാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ടാഗിലും അവിടെ ദെയർ കാണും. സബ്ജക്റ്റ് ദെയർ ആണെങ്കിൽ ടാഗും ദെയർ ആയിരിക്കും.
എക്സാമ്പിൾ നോക്കാം. There were 40 students in the class എന്നാണ് പറയുന്നത്. There were 40 students in the class. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റെപ്പ് ഓക്സിലറി വെർബ് ഐഡന്റിഫൈ ചെയ്തു. ഏതാണ് ഓക്സിലറി വെർബ്? വേർ എന്ന് പറയുന്നതാണ് ഇവിടെ ഓക്സിലറി വെർബ് ആയിട്ട് വരുന്നത്. അപ്പോൾ എന്ത് വരും നമ്മളെ ക്വസ്റ്റ്യൻ ടാഗ്? വേറിന്റെ നെഗറ്റീവ് ആക്കാം, വേർ ഉണ്ടാക്കാം. ദെൻ എന്താണ് സബ്ജക്റ്റിൽ ദെയർ ഉണ്ട്, അപ്പോൾ ടാഗിലും എന്ത് വേണം? ദെയർ. വേറെ ദെയർ. അപ്പൊ ആൻസർ ഏതാ? വേറെ ബി എന്ന് പറയുന്നതാണ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ദോസ് ആർ അവർ സ്റ്റുഡൻസ്. എന്താണ് ഇതിന്റെ ക്വസ്റ്റ്യൻ ടാഗ്? അപ്പോൾ ഇത് നോക്കിക്കേ നിങ്ങൾ. ദീസ്, ദോസ്, എവ്രി വൺ, നോ വൺ, എവ്രിബഡി, നോബഡി, സംബഡി, എനിബഡി. ഇങ്ങനത്തെ വാക്കുകളാണ് സബ്ജക്റ്റിൽ വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിൽ ദേ ആയിരിക്കും നമ്മൾ ഇടേണ്ടത്. എന്തിന്റെ കൂടെ ദേ ഇടണം? നമ്മൾ ഓക്സിലറി വെർബ് ഏതാണ്? ആറാണ് അല്ലേ? ആറഞ്ച് ദേ. അപ്പൊ ഇത്രയും സബ്ജക്ട്സ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഏതൊക്കെയാ? ദീസ്, ദോസ്, എവ്രി വൺ, നോ വൺ, എവ്രിബഡി, നോബഡി, സംബഡി, എനിബഡി. അപ്പോൾ ഇത്രയും സബ്ജക്ട്സ്, ഇത്രയും വേർഡ്സ് ആണ് സബ്ജക്റ്റിൽ വരുന്നതെങ്കിൽ നമ്മളെ ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കേണ്ടത് എന്താണ്? ദേ. ദോസ് ആർ അവർ സ്റ്റുഡൻസ് ആണെങ്കിൽ ആർ ഇൻ ദേ എന്ന് പറയുന്നതാണ് ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതും കഴിഞ്ഞു. നെക്സ്റ്റ് വൺ. അടുത്ത റൂൾ എന്ന് പറഞ്ഞാല് ഐയും യുവും വരുന്നുണ്ട്. അതായത് നമ്മളെ രണ്ട് സബ്ജക്ട്സ് വരുന്നുണ്ട്, ഐയും വരുന്നുണ്ട്, യുവും വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ എന്തായിരിക്കും ക്വസ്റ്റ്യൻ ടാഗിൽ ആഡ് ചെയ്യുക? ഓക്സിലറി വെർബ് നമ്മൾ കണ്ടുപിടിച്ചു, ഹാവ് എന്ന് കണ്ടുപിടിച്ചു. അപ്പൊ പ്രോബബിളി എന്ത് വരും? ഇവിടെ ഹാവിൻ്റെ വരും അല്ലേ? സോറി, ഹാവിൻ്റെ വരും. ഓക്കെ. ഇനി ഐയും യു ആണ് സബ്ജക്റ്റിലെങ്കിൽ നമ്മളെ ക്വസ്റ്റ്യൻ ടാഗിലൂടെ എന്ത് വരും എന്നാ പറയുന്നത്? വി വരും എന്നാ പറയുന്നത്. അതായത് ഇവിടെ എന്ത് വരും? ഹാവിൻറ്റ് വി. ഹാവിൻറ്റ് വി. ഐയും യുവും വരുവാണെങ്കിൽ, അതായത് രണ്ട് സബ്ജക്ട്സ്, അത് ഐയും വന്നു യുവും വന്നു എന്നത് വരുവാണെങ്കിൽ നമ്മളെ ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മുടെ ഓക്സിലറി വെർബിന്റെ കൂടെ എന്തും കൂടെ എഴുതണം? വി എന്ന ടേം കൂടെ എഴുതണം. ഓക്കെ. സോ ഐ ആൻഡ് യു ഹാവ് അറ്റൻഡഡ് ദ ക്ലാസ്, ഹാവിൻ വി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് അടുത്ത റൂൾ എന്ന് പറഞ്ഞാല് ജെറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ജെറണ്ട് എന്ന് പറഞ്ഞാല് നമ്മൾ വേർബ് ഫോമിന്റെ കൂടെ, വേർബിന്റെ കൂടെ ING ചേർത്ത് എഴുതി നൗണായിട്ട് ഉപയോഗിക്കാവുന്ന വേർഡ്സിനെയാണ് നമ്മൾ ജെറണ്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഡാൻസ് എന്ന് പറഞ്ഞൊരു വേർബ് അല്ലേ? ഡാൻസ് എന്ന് പറഞ്ഞ വേർബിനെ ING ഫോം ഇട്ട് ഡാൻസിങ് ആക്കി കഴിഞ്ഞാൽ ഇതെന്തായി? ജെറണ്ട് ഫോമായി. ഓക്കെ. അങ്ങനെ എഴുതുന്ന വേർഡ്സിന് നമ്മൾ ജെറണ്ട് എന്ന് പറയുന്നത്. അതായത് വേർബ് ആയിരിക്കണം, വേർബിന്റെ കൂടെ ING ഫോം എഴുതുമ്പോൾ നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നൗൺ ഫോം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സിന് നമ്മൾ ജെറണ്ട് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു ജെറണ്ട് ആണ് വരുന്നതെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിൽ കൂടെ എന്ത് ആഡ് ചെയ്യണം? ഇറ്റ് ആഡ് ചെയ്യണം. അല്ല ഒന്നിൽ കൂടുതൽ രണ്ട് ജെറണ്ട് വന്നാലും, ഒന്നിൽ കൂടുതൽ എത്ര ജെറണ്ട് വന്നാലും എന്ത് ഉപയോഗിക്കണം? ദേ ഉപയോഗിക്കണം. ഇതാണ് അടുത്ത റൂൾ എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇവിടെ നോക്കാം. ഡ്രിങ്കിങ് ജെറണ്ട് കണ്ടുപിടിച്ചത് നമ്മൾ ഡ്രിങ്കിങ്. ഓക്കെ. ഇനി നമ്മൾ ഓക്സിലറി വെർബ് ഏതാ? ഈസ് എന്ന് പറയുന്നത് നമ്മൾ ഓക്സിലറി വെർബ്. അപ്പോൾ ഡ്രിങ്കിങ് വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ഹെൽത്ത്. എന്ത് വരും ആൻസർ? ഈസിൻറ്റ് ഇറ്റ്. കാരണം എത്ര ജെറണ്ട് ഉണ്ട് ഇവിടെ? ഒരു ജെറണ്ട് ഫോമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു? ഇറ്റ് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഡ്രിങ്കിങ് ഈസ് എസെൻഷ്യൽ ഫോർ ഹെൽത്ത്, ഈസിൻറ്റ് ഇറ്റ്. ഇനി നെക്സ്റ്റ് വൺ, രണ്ട് ജെറണ്ടുള്ള ഫോം കൂടി എഴുതിയിട്ടുണ്ട്. ഡ്രൈവിംഗ് ആൻഡ് ഡ്രിങ്കിങ്. എന്ത് വന്നു? രണ്ട് ജെറണ്ട് വന്നില്ലേ? അപ്പൊ നമ്മൾ എന്താ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു? ദേ ആഡ് ചെയ്യണം. ഡ്രൈവിംഗ് ആൻഡ് ഡ്രിങ്കിങ് ആർ പണിഷബിൾ. അപ്പോൾ ഓക്സിലറി വെർബ് കണ്ടുപിടിച്ചു, ആറാണ്. അപ്പോൾ എന്ത് വരും? ആറഞ്ച് ദേ. ക്ലിയർ അല്ലേ? ഒരു ജെറണ്ട് ആണെങ്കിൽ ഇറ്റ് വരും, ഒന്നിൽ കൂടുതലാണെങ്കിൽ എന്ത് വരും? ദേ വരും. ഡ്രിങ്കിങ് വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ഹെൽത്ത്, isn't it? Drinking and driving are punishable, are they? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ റൂൾസ് എല്ലാം പഠിപ്പിക്കുന്നതിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് PSC നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു റൂൾ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഈ റൂൾസിന്റെ കോൺസെപ്റ്റ് പക്ക അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും ആ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യുകയും ചെയ്യില്ല, തെറ്റിക്കുകയും ചെയ്യില്ല. നോക്കാം അടുത്ത റൂള്. 1 വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മളെ സബ്ജക്റ്റിൽ 1 വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗിലും 1 ആയിരിക്കണം.
നോക്കാം ഇവിടെ വൺ ഷുഡ് ഗോ ദെയർ. ഇവിടെ ഏതാ ഓക്സിലറി വേർബ്? ഏതാ ആദ്യം? ഷുഡ് എന്ന് പറയുന്നതാണ് നമ്മളെ ഓക്സിലറി വേർബ് എന്ന് പറയുന്നത്. ഇനി അപ്പൊ നെഗറ്റീവായിട്ട് എന്ത് വരും? ഷുഡിന്റെ നെഗറ്റീവ് ഷുഡിൻറ്റ്. ഷുഡിൻറ്റ് ആണ്. ഇനി എന്ത് വേണമെന്ന് പറഞ്ഞു? വണ്ണിലാണ് നമ്മൾ സബ്ജക്ട് വണ്ണിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിൽ എന്ത് വേണം? ക്വസ്റ്റ്യൻ ടാഗിലും വൺ വേണം. അതായത് ഷുഡിൻറ്റ് വൺ. വൺ ഷുഡ് ഗോ ദെയർ. ഷുഡിൻറ്റ് വൺ. അപ്പൊ നമ്മൾ ബേസിക് റൂളിൽ നമ്മൾ പറഞ്ഞ എന്താണ്? ആദ്യം ഓക്സിലറി വേർബിനെ ഐഡന്റിഫൈ ചെയ്യണമെന്നല്ലേ. ഇപ്പൊ ഒന്നിൽ കൂടുതൽ ഓക്സിലറി വേർബ് ഒരു സെന്റൻസിൽ വരികയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യും? നോക്കാം നമുക്ക്. ആ ഒരു കേസാണ് ഇവിടെ വരുന്നത്. നോക്കിക്കേ, 2 ഓക്സിലറി വേർബാണ് ഇവിടെ ഉള്ളത് അല്ലേ? ഷുഡ് ഉണ്ട്, ഹാവ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ക്വസ്റ്റ്യൻ ടാഗ് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ ഏത് ഓക്സിലറി വേർബ് ആയിരിക്കും ചൂസ് ചെയ്യുക? അപ്പോൾ ഈ റൂള് മനസ്സിലാക്കിയേക്കാം. ഒരു സെന്റൻസിൽ ഒന്നിൽ കൂടുതൽ ഓക്സിലറി വേർബ് വരികയാണെങ്കിൽ ആദ്യത്തെ ഓക്സിലറി വേർബ് ഏതാണോ അത് ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ഫോർമുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നോക്കാം, ഹി ഷുഡ് ഹാവ് ഗോൺ. അപ്പോൾ ഫസ്റ്റ് ഓക്സിലറി വേർബ് എന്ന് പറയാം ഷുഡ് ആണ്. അപ്പോൾ ഷുഡിൻ ഹി. ഷുഡിന്റെ നെഗറ്റീവ് ഫോം വന്നു, സബ്ജക്റ്റ് വന്നു, ഷുഡിൻ ഹി. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒന്നിൽ കൂടുതൽ ഓക്സിലറി വേർബ് വരികയാണെങ്കിൽ ആദ്യത്തെ ഓക്സിലറി വേർബിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ എന്ത് ഫോർമുലേറ്റ് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ ടാഗ്സ് ഫോർമുലേറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് അടുത്ത റൂളിലേക്ക് പോവാം. ഇനി ഒരു ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ഒരു സെന്റൻസിൽ ഓക്സിലറി വേർബേ ഇല്ല, അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഓക്സിലറി വേർബ് ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം പോകേണ്ടത് മെയിൻ വെർബിലോട്ടാണ് അല്ലെ? മെയിൻ വെർബിലോട്ടാണ്. മെയിൻ വെർബിലേക്ക് നോക്കുക. മെയിൻ വെർബിനെ ഡു, ഡസ്, ഡിഡ് അല്ലെ ഡു, ഡസ്, ഡിഡ് എന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പ്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലേ. ഡു പ്ലസ് പ്ലേ ആണ് പ്ലേ എന്ന് പറയുന്നത്. ഡു പ്ലസ് പ്ലേ. ഇനി പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് രണ്ടും V1 ഫോം ആണ്, വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡസ് പ്ലസ് പ്ലേ ആണ് എന്തെന്ന് പറയുന്നത്? പ്ലേസ് എന്ന് പറയുന്നത്. ഇനി പ്ലേഡ്. പ്ലേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് V2 ഫോം ആണ്. ഡിഡ് പ്ലസ് പ്ലേ ആണ് എന്തെന്ന് പറയുന്നത്? പ്ലേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിലറി വേർബ് ഒന്നും ഒരു സെന്റൻസിൽ ഇല്ല എങ്കിൽ മെയിൻ വെർബിനെ ഡു, ഡസ്, ഡിഡ് എന്ന ഫോമിൽ ഏതാണോ അനുയോജ്യമായത് അത് ബേസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യുക. ഇവിടെ നോക്കിക്കേ, പ്ലേ. പ്ലേ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. പ്ലേ എന്ന് പറഞ്ഞാൽ ഡു പ്ലസ് പ്ലേ ആണ്. അപ്പോൾ ഇവിടെ ഞാൻ പ്ലേ ഇവിടെ തന്നെ സ്പ്ലിറ്റ് ചെയ്തേ, ഡു പ്ലസ് പ്ലേ ആക്കി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് എഴുതാം. ഡു ആണ്. അപ്പോൾ ഡു വരുമ്പോഴത്തേക്കും ഡൂവിന്റെ നെഗറ്റീവ് ഫോം എന്താണ്? ഡോണ്ട് ആണ്. ഡോണ്ട് വി. ഓക്കെ അല്ലേ? മെയിൻ വെർബിനെ ഡു, ഡസ്, ഡിഡ് എന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് ഏതാണോ ആ ഡു, ഡസ്, ഡിഡിൽ ഏതാണോ ആപ്റ്റ് ആയിട്ട് വരുന്നത് അതനുസരിച്ച് ക്വസ്റ്റ്യൻ ടാഗ് ഫോർമുലേറ്റ് ചെയ്യുക. ഇവിടെ വി പ്ലേ ഫുട്ബോൾ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ടാഗ് ഏതാണ്? ഡോണ്ട് വി. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഹി പ്ലേസ് ഫുട്ബോൾ. പ്ലേസ് എന്ന് വെച്ചാൽ എന്താണ് ഞാൻ പറഞ്ഞു. ഡസ് പ്ലസ് പ്ലേ ആണ് എന്തെന്ന് പറയുന്നത്? പ്ലേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വരും? ഡസ് ആണ്. അപ്പോൾ അതിന്റെ നെഗറ്റീവ് ഫോം എന്ത് വരും? ഡസിൻറ്റ് ഹി. ഓക്കെ അല്ലേ? ഇനി അടുത്ത പ്ലേഡ് അതുപോലെ തന്നെയാണ്. പ്ലേഡ് എന്ന് വെച്ചാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഡിഡ് പ്ലസ് പ്ലേ ആണ് പ്ലേഡ്. അപ്പോൾ ഡിഡ് ആയതുകൊണ്ട് എന്ത് വരും ഇവിടെ? ഡിഡിൻറ്റ് ദേ. സബ്ജക്റ്റ് ദേ ആണ്. ഡിഡിൻറ്റ് ദേ. സിമ്പിൾ അല്ലേ? ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ടാഗ് ഫോർമുലേറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് റൂൾ നോക്കാം. ഇനി നിങ്ങൾക്ക് ഒരു കോംപ്ലക്സ് സെന്റൻസ് ആണ് തന്നിട്ടുള്ളത്. എന്താണ് കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ? കോംപ്ലക്സ് സെന്റൻസിൽ ഒരു മെയിൻ ക്ലോസും കാണും, ഒരു സബ് ക്ലോസും കാണും. അങ്ങനെയാണെങ്കിൽ മെയിൻ ക്ലാസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സെന്റൻസിലെ മെയിൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഫുൾ മീനിങ് തരുന്ന ഒരു പോർഷൻ ഓഫ് എ സെന്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെയിൻ ക്ലാസ് എന്ന് പറയുന്നത്. സബ് ക്ലാസ് എന്ന് വെച്ചാൽ എന്താണ്? ഫുള്ളി മീനിങ് നമുക്ക് ആ സബ് ക്ലോസ് മാത്രം കൊണ്ട് കിട്ടത്തില്ല. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകണ്ട. നോക്കാം നമുക്ക്. ഐ വിൽ കം ഇഫ് യു കോൾ മീ. ഇതൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. ഇതിനൊരു മെയിൻ ക്ലാസ്സും ഉണ്ട്, സബ് ക്ലോസും ഉണ്ട്. ഐ വിൽ കം ഈ ഒരു സെന്റൻസ് ഇത് മെയിൻ ക്ലാസ് ആണ്, ഇത് സബ് ക്ലോസ് ആണ്. ഡിഫറൻസ് പറഞ്ഞുതരാം.
ഐ വിൽ കം ഫുൾ മീനിങ് കിട്ടുന്നുണ്ടോ? ഐ വിൽ കം ഞാൻ വരും അല്ലേ, ഫുൾ മീനിങ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതെന്താണ്? അതൊരു മെയിൻ ക്ലാസ് ആണ്. ഈ സെന്റൻസിന്റെ മെയിൻ ക്ലോസ് ആണ് CLAUSE, മെയിൻ ക്ലോസ് ആണ്. ഇനി ഇഫ് യു കോൾ മീ, നിങ്ങൾ എന്നെ വിളിച്ചാൽ കംപ്ലീറ്റ് ആണോ? അല്ല, സബ് ക്ലോസ് മെയിൻ ക്ലോസിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത് അല്ലേ. ഓക്കെ, അത് സെന്റൻസിൽ പഠിക്കുമ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്, നമുക്ക് ഒരു കോംപ്ലക്സ് സെന്റൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ അതിന്റെ ഓക്സിലറി വെർബ് അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യുന്നത് നോക്കേണ്ടത്. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു കോംപ്ലക്സ് സെന്റൻസ് ആണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യാനായിട്ട് തന്നിട്ടുള്ളത് എങ്കിൽ അതിന്റെ മെയിൻ ക്ലാസ്സിനെ ബേസ് ചെയ്തായിരിക്കണം നിങ്ങൾ എന്ത് ഫോർമുലേറ്റ് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ ടാഗ് ഫോർമുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ മെയിൻ ക്ലോസ് ഇതാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടുത്തെ ഓക്സിലറി വെർബ് ഏതാണ്? വില്ലാണ് അല്ലേ. അപ്പോൾ നമ്മുടെ എന്തായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത്? വില്ല് വരുമ്പോൾ വോണ്ട് വരും അല്ലേ. വോണ്ട് ഐ. നമ്മൾ എന്ത് ബേസ് ചെയ്തിട്ടാ? മെയിൻ സെന്റൻസിന്റെ മെയിൻ ക്ലോസ് ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ് ഫോർമുലേറ്റ് ചെയ്യേണ്ടത്. ഐ വിൽ കം ഇഫ് യു കോൾ മീ. വോണ്ട് ഐ എന്ന് പറയുന്നതാണ് ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ്, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് പാസ്ഡ്. ഇവിടെ ഈ ഒരു സെന്റൻസിൽ ഫുൾ മീനിങ് തരുന്ന പോർഷൻ ഏതാണ്? മെയിൻ ക്ലാസും സബ് ക്ലാസും ഏതാണ്? യു വുഡ് ഹാവ് പാസ്ഡ്. ഫുൾ മീനിങ് തരില്ല, നിങ്ങൾ ജയിക്കുമായിരുന്നു. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ, അപ്പൊ ഇവിടെ ഇതാണ് മെയിൻ ക്ലോസും ഈ ഇഫ് ചേർന്നാണ് സബ് ക്ലോസും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ ഏതായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക? നമ്മൾ മെയിൻ ക്ലോസ് ആയിരിക്കും കൺസിഡർ ചെയ്യുക. അപ്പോൾ മെയിൻ ക്ലോസ് ഇതാ, യു വുഡ് ഹാവ് പാസ്ഡ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ വന്ന രണ്ടാമത്തെ കണ്ടീഷൻ വന്നു അല്ലേ. അതായത് രണ്ട് ഓക്സിലറി വെർബ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതിനെ കൺസിഡർ ചെയ്യണം? ഇവിടെ യു വുഡ് ഹാവ് പാസ്ഡ് എന്ന് പറയുന്നതിൽ വുഡും ഉണ്ട് ഹാവ് ഉണ്ടല്ലേ. അപ്പോൾ ആദ്യത്തെ ഓക്സിലറി വെർബ് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവ രണ്ട് റൂൾ മിക്സ് ആയിട്ട് വന്നു അല്ലേ. അപ്പോൾ വുഡിൻറ്റ്, വുഡല്ലേ ഫസ്റ്റ് വൺ. സോ വുഡിൻറ്റ് യു. If you had studied well, you would have passed. Wouldn't you? അടുത്ത റൂൾ എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസിൽ ഹാവ് ടു ആണ് വരുന്നതെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗിൽ ഡോണ്ട് ആയിരിക്കും വരുന്നത്. ഹാവ് ടു ആണെങ്കിൽ ഡോണ്ട്, ഹാസ് ടു ആണെങ്കിൽ ഡസന്റ്, ഹാഡ് ടു ആണെങ്കിൽ ഡിഡിന്റ്. ഓർത്ത് വെച്ചേക്കാം. ഹാവ് ടു ആണെങ്കിൽ ഡോണ്ട്, ഹാസ് ടു ആണെങ്കിൽ ഡസന്റ്, ഹാഡ് ടു ആണെങ്കിൽ ഡിഡിന്റ്. നോക്കാം, ക്വസ്റ്റ്യൻസ് നോക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഐ ഹാവ് ടു ഗോ ദർ. ഹാവ് ടു വന്നു കഴിഞ്ഞാൽ എന്താ വരേണ്ടതെന്ന് പറഞ്ഞു? ഡോണ്ട് ആണ് വരേണ്ടത്. ഞാൻ പറഞ്ഞു അല്ലേ, ഹാവ് ടു വന്നാൽ ഡോണ്ട്. സബ്ജക്റ്റ് ഏതാ? ഐ. ഡോണ്ട് ഐ. സിമ്പിൾ ആണ്. നെക്സ്റ്റ് ഹാസ് ടു വന്നു. ഹാസ് ടു വന്നാൽ എന്താ വരിക എന്ന് ഞാൻ പറഞ്ഞു? ഡസന്റ് ആ വരിക എന്ന് പറഞ്ഞു അല്ലേ. സോ ഡസന്റ് ഐ. ഹാഡ് ടു വന്നാൽ എന്ത് വരും എന്ന് പറഞ്ഞു? ഡിഡിന്റ് വരും എന്ന് പറഞ്ഞു. ഡിഡിന്റ്, സോറി ഇവിടെ ഐ അല്ലേ, ഹി ആണ്. ഹി സബ്ജക്റ്റ് ആയതുകൊണ്ട് ഹി തന്നെ. ഹി. ഇവിടെ ഹാഡ് ടു വന്നാൽ ഡിഡിന്റ് വരും. ഡിഡിന്റ് ഷീ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഹാവ് ടു, ഹാസ് ടു, ഹാഡ് ടു. ഓക്കെ, നെക്സ്റ്റ് പോവാം. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂളാണ് ഇത് മിക്കപ്പോഴും PSC ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുള്ളതാണ്. ലെറ്റസ്. എനിക്കൊന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുന്നു. ലെറ്റസ് വന്നു കഴിഞ്ഞാൽ ഒരു സജഷൻ ആണല്ലോ, സജസ്റ്റീവ് ആണല്ലോ. ലെറ്റസ് ഗോ ദേർ എന്നൊക്കെ പറയില്ലേ, സജഷൻ ആണ്. ലെറ്റസ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും എന്തേ വരുള്ളൂ? ഷോൾ ബി. വേറെ ഒന്നും ചിന്തിക്കരുത്, ഷോൾ ബി. ലെറ്റസ് ഇങ്ങനെ തന്നെ പഠിച്ചേക്കുക. ലെറ്റസ് ഷോൾ ബി, ലെറ്റസ് ഷോൾ ബി. ഓക്കെ, ലെറ്റസ് വന്നാൽ എന്ത് വരും? ഷോൾ ബി. അപ്പോൾ ലെറ്റസ് പ്ലേ ഫുട്ബോൾ, ഷോൾ ബി. അതുപോലെ ലെറ്റസ് ഗോ ഹോം, ഷോൾ ബി. ഇത്രയേ ഉള്ളൂ ലെറ്റസിന്റെ കേസ്. ലെറ്റസ് നിങ്ങൾ എന്ത് സംഭവിച്ചാലും മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ് ലെറ്റസ്. നെക്സ്റ്റ് പോവാം. അടുത്ത യൂസ്ഡ് ടു. ലെറ്റസ് പോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് യൂസ്ഡ് ടു. യൂസ്ഡ് ടു വന്നാൽ എന്ത് വരും? യൂസ്ഡ് ടു വന്നാൽ ഡിഡിന്റ് വരും. ഡിഡിന്റ് എന്ത് വരും? ഡിഡിന്റ് വരും. Didn't she? She used to study well, didn't she? അതുപോലെ he used to play football. He used to play computer game, didn't he? ഓക്കെ അല്ലേ? ലെറ്റസ് വന്നാൽ ഷോൾ ബി വരും. അതുപോലെ യൂസ്ഡ് ടു വന്നാൽ എന്ത് വരും? ഡിഡിന്റ് വരും. മനസ്സിൽ ഉറപ്പിച്ചേക്കാം. ഓക്കെ,
നെക്സ്റ്റ് പോവാം. നിങ്ങൾ ഈ കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും. ഓക്കെ, നോക്കാം. എന്നാലും എ ലിറ്റിൽ, ലിറ്റിൽ, ഇതിന് തമ്മിൽ ഡിഫറൻസ് എന്താണ്? എ ലിറ്റിലിന്റെയും ലിറ്റിലിന്റെ ഡിഫറൻസ് എന്താണ്? എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ സംതിങ് ഈസ് ദെയർ, കുറച്ചുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഒരു പോസിറ്റീവ് സെൻസിലാണ് എ ലിറ്റിൽ യൂസ് ചെയ്യുന്നത്. അതായത് എ ലിറ്റിൽ എന്ന് വെച്ചാൽ സംതിങ് ഈസ് ദെയർ, കുറച്ചുണ്ട് അവിടെ. എ ലിറ്റിൽ, ലിറ്റിൽ എന്ന് പറഞ്ഞാൽ നത്തിങ്, ഒന്നുമില്ല എന്ന അർത്ഥം. നത്തിങ്, ഒന്നുമില്ല. അപ്പോൾ എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു എ വെച്ചിട്ട് നിങ്ങൾക്ക് ഓർമ്മിക്കാം. എ ലിറ്റിൽ എന്ന് വെച്ചാൽ കുറച്ചുണ്ട്, ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അപ്പോ എ ലിറ്റിൽ എന്ന് പറയുന്നത് പോസിറ്റീവ് സെൻസിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ലിറ്റിൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സെൻസിൽ ഉപയോഗിക്കുന്നതാണ്. എന്തിനാ പോസിറ്റീവ് നെഗറ്റീവ് ഇവിടെ പറഞ്ഞത്? എങ്കിൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്ക് തീരുമാനിക്കാൻ പറ്റൂ. അപ്പൊ ഞാൻ പറഞ്ഞു എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താ? പോസിറ്റീവ് ആണ്, കുറച്ചുണ്ട് അവിടെ, അല്ലേ? അപ്പോ ഇവിടെ നമുക്ക് എങ്ങനെ വരും? ക്വസ്റ്റ്യൻ ടാഗ് ഈസ് ആണ്. എ ലിറ്റിൽ ലേണിംഗ് ഈസ് എ ഡേഞ്ചറസ് തിങ്. ഇവിടെ എന്ത് വരും? ഈസിന്റ്, അപ്പോ എ ലിറ്റിൽ എന്ന് പറഞ്ഞാല് കുറച്ചുണ്ടെന്നാണ് അർത്ഥം. അതിനർത്ഥം തന്നെ പോസിറ്റീവ് സെൻസിലാണ് എ ലിറ്റിലിനെ എടുക്കുന്നത്. അപ്പൊ എ ലിറ്റിൽ വരുമ്പോ ക്വസ്റ്റ്യൻ ടാഗ്, നോർമലി സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ വരത്തുള്ളൂ? നെഗറ്റീവ് ആയിട്ടേ വരുള്ളൂ. അപ്പൊ എ ലിറ്റിൽ ലേണിംഗ് ഈസ് എ ഡേഞ്ചറസ് തിങ്, ഈസിന്റ് ഇറ്റ്. ഈ എ ലിറ്റിലിന്റെ കൂടെ ഇറ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈസിന്റ് ഇറ്റ്. ഇനി ലിറ്റിൽ ലേണിംഗ് ഈസ് എ ഡേഞ്ചറസ് തിങ്. ഞാൻ പറഞ്ഞു ലിറ്റിൽ എന്ന് വെച്ചാൽ എന്താ? ഒന്നുമില്ല എന്നാ. അതിനർത്ഥം നെഗറ്റീവ് മീനിങ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ഇവിടെ എന്ത് വരും? ഈസ് ഇറ്റ്. നെഗറ്റീവ് അല്ലേ? അപ്പോൾ ഈസ് ഇറ്റ്. ലിറ്റിൽ ലേണിംഗ് ഈസ് എ ഡേഞ്ചറസ് തിങ്, ഈസ് ഇറ്റ്. അങ്ങനെയാ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എ ലിറ്റിലും ഫ്യൂവും എ ഫ്യൂവും ഇതുപോലെ സെയിം സെൻസിൽ വരുന്നതാണേ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ റൂൾസ് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ മനസ്സിലാക്കി വയ്ക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഈ മോഡലിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോർഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും റൂള് കൂടുതൽ വേണമെന്നോ എക്സ്പ്ലനേഷൻ വേണമെന്നോ തോന്നുവാണെങ്കിൽ കമന്റ് ചെയ്തേക്കണം. ഉറപ്പായിട്ടും കമന്റ് ചെയ്തേക്കണം. നെക്സ്റ്റ് സെഷനിൽ അതെല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് നോക്കാം. ഇനി കുറച്ച് വേർഡ്സ് ഉണ്ട്. ഷീ ഹാർഡ്ലി വിസിറ്റഡ് ഹിയർ. ഹാർഡ്ലി കുറച്ച് വേർഡ്സ് ഉണ്ട് നെഗറ്റീവ് സെൻസ് തരുന്ന വേർഡ്സ്. ഹാർഡ്ലി, സ്കേഴ്സ്ലി, സെൽഡം, ഇതുപോലെ വേർഡ്സ് നമുക്ക് നെഗറ്റീവ് സെൻസിൽ ഉപയോഗിക്കുന്ന വേർഡ്സ്. അതായത് ഷീ ഹാർഡ്ലി വിസിറ്റഡ് ഹിയർ എന്ന് വെച്ചാൽ അവള് വിസിറ്റ് ചെയ്യാറേ ഇല്ല എന്ന അർത്ഥം. ആ ഒരു നെഗറ്റീവ് സെൻസിലാണ് ഈ വേർഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹാർഡ്ലി വന്നു കഴിഞ്ഞാൽ നമ്മളെ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് ഏതാ? ഓക്സിലറി വെർബ് ഉണ്ടോ ഇവിടെ? ഇല്ല അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മെയിൻ വെർബിൽ പോവും, മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ വിസിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? വിസിറ്റിന് നമുക്ക് ഡിഡ് പ്ലസ് വിസിറ്റ് എന്ന് സ്പ്ലിറ്റ് ചെയ്യാം, അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചല്ലോ അത്, ഡിഡ് പ്ലസ് വിസിറ്റ്, അല്ലേ? അപ്പോ ക്വസ്റ്റ്യൻ ടാഗ് എന്ത് വരണം? നമുക്ക് എന്താ വരേണ്ടത്? നമുക്ക് ക്വസ്റ്റ്യൻ ഹാർഡ്ലി വരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു സെന്റൻസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ വരും? പോസിറ്റീവ് വരണം. ഡിഡ് ഷീ, അല്ലേ? കറക്റ്റ് അല്ലേ? ഡിഡ് ഷീ. അതുപോലെ സ്കേഴ്സ്ലി വന്നാലും സെയിമാ വരുന്നത്. ഹാർഡ്ലി, സ്കേഴ്സ്ലി, സെൽഡം പോലുള്ള നെഗറ്റീവ് വേർഡ്സ് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗിൽ പോസിറ്റീവ് ആയിരിക്കും. ഷീ ഹാർഡ്ലി വിസിറ്റഡ് ഹിയർ, ഡിഡ് ഷീ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മളെ ക്വസ്റ്റ്യൻ ടാഗുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് റൂൾസ് ആണ്. അപ്പോൾ ഈ റൂൾസ് നിങ്ങൾ നല്ലോണം പഠിച്ച് ജസ്റ്റ് സമ്മറൈസ് ചെയ്യാം. നമ്മൾ ആദ്യം എന്ത് പഠിച്ചു? നമ്മൾ നോർമലി ഉള്ള റൂൾ പഠിച്ചു. എന്ത് പഠിച്ചു? പോസിറ്റീവ് വന്നാൽ നെഗറ്റീവ് കൊടുക്കണം, നെഗറ്റീവ് വന്നാൽ പോസിറ്റീവ് കൊടുക്കണം. ആ ഒരു ബേസിക് റൂൾ പഠിച്ചു. പിന്നെ ആമും ആമിൻ്റെയും ഒരു എക്സെപ്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ അത് പഠിച്ചു. പിന്നെ എന്ത് പഠിച്ചു? രണ്ട് പേര് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കൊടുക്കും ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പഠിച്ചു. പിന്നെ കോമൺ നൗൺ വന്നു കഴിഞ്ഞാൽ എന്ത് വരുമെന്ന് പഠിച്ചു. പിന്നെ എന്ത് പഠിച്ചു? ദെയർ വന്നു കഴിഞ്ഞാൽ എന്ത് യൂസ് ചെയ്യണമെന്ന്, എന്ത് ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്യണമെന്ന് പഠിച്ചു. പിന്നെ ദോസ്, കുറച്ച് അധികം വേർഡ്സ്, ദോസ്, എനിബഡി, എവരിബഡി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വന്നാൽ എന്തായിരിക്കും ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കേണ്ടതെന്ന് പഠിച്ചു. ഐ ആൻഡ് യു വന്നു കഴിഞ്ഞാൽ, രണ്ടെണ്ണം വന്നു കഴിഞ്ഞാൽ എന്ത് വരുമെന്ന് പഠിച്ചു. പിന്നെ ജെറണ്ട് ഫോം വന്നു കഴിഞ്ഞാൽ എന്ത് വരുമെന്ന് പഠിച്ചു. വൺ വന്നു കഴിഞ്ഞാൽ എന്ത് ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്യണമെന്ന് പഠിച്ചു. രണ്ട് ഓക്സിലറി വെർബ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ക്വസ്റ്റ്യൻ ടാഗ് ഫോർമുലേറ്റ് ചെയ്യണമെന്ന് പഠിച്ചു. പിന്നെ ഓക്സിലറി വെർബ് ഇല്ല എങ്കിൽ നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർമുലേറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു. പിന്നെ ഒരു കോംപ്ലക്സ് സെന്റൻസ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഫോർമുലേറ്റ് ചെയ്യണമെന്ന് പഠിച്ചു. ദെൻ ഹാവ് ടു, ഹാസ് ടു, ഹാഡ് ടു ഒക്കെ വന്നാൽ നമ്മൾ എങ്ങനെ പഠിച്ചു, എങ്ങനെ വേണമെന്ന് പഠിച്ചു. പിന്നെ ലെറ്റസ് വന്നു കഴിഞ്ഞാൽ എന്തെന്ന് പഠിച്ചു,
പിന്നെ യൂസ്ഡ് ടു വന്നാൽ എന്തെന്ന് പഠിച്ചു. പിന്നെ ലിറ്റിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ക്വസ്റ്റ്യൻ ടാഗ് ഫോർമുലേറ്റ് ചെയ്യുന്നു പഠിച്ചു. ഹാർഡ്ലി, സ്കേഴ്സ്ലി തുടങ്ങിയ വേർഡ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യുന്നു പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്വസ്റ്റ്യൻ ടാഗുമായിട്ട് ബേസ് ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ PSC ഉറപ്പായിട്ടും ചോദിക്കുന്ന റൂൾസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ 60 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടാണ് ഈ ക്ലാസ് ഉള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റൂള് അറിഞ്ഞുകൂടെങ്കിലോ എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷനോ ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാവുന്നതാണ്. റിലേറ്റഡ് എന്ത് വീഡിയോ വേണമെന്നുള്ളതും കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ LDC പരീക്ഷയുടെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രംകാർക്ക് ഇനി 2 മാസം പോലും തികച്ചില്ല അല്ലേ. ബാക്കി ജില്ലക്കാർക്ക് കുറച്ചുകൂടി ഒരു സാവകാശം കിട്ടും. അപ്പോൾ ഉള്ള സമയം, അതായത് നിങ്ങൾക്ക് ഇനി കിട്ടുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക. നമ്മുടെ 60 ഡേയ്സ് ടൈം ടേബിൾ സ്റ്റഡി പ്ലാൻ ഫുള്ളി ഫോളോ ചെയ്യുക. പ്ലസ് നമ്മുടെ ഗോദ ടെസ്റ്റ് സീരീസ് 15 ടെസ്റ്റ് സീരീസ് ആണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ മാക്സിമം നിങ്ങൾക്ക് നമ്മൾ LDC പരീക്ഷയ്ക്ക് ചോദിക്കുന്ന എല്ലാ ടോപ്പിക്സും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ടെസ്റ്റ് സീരീസ് പോകുന്നത്. മാത്രമല്ല മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന് കൂടുതൽ ഫോക്കസ് ചെയ്ത് MEM സീരീസും അതിൽ കൂട്ടത്തിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക. നിങ്ങൾ ഇത് പക്ക ഫോളോ ചെയ്ത് ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്ത് വെൽ പ്രിപ്പയർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റാങ്ക് ലിസ്റ്റിൽ ഒരു നല്ലൊരു പൊസിഷനിൽ എത്താനായിട്ട് സാധിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. പഠന പത്രിക സീരീസുമായി ബന്ധപ്പെട്ട് ഇനി ഒരുപാട് വീഡിയോസ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. മാത്രമല്ല ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വീഡിയോസും എല്ലാവരും കാണുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.